ഇട്ടിട്ട് മീൻകറി വെക്കുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 250 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് നെയ്മീനാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മീൻ എടുക്കാം. ഈ കറിയിലേക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കും. ഞാനിവിടെ മീൻ വളരെ കുറച്ചുള്ളത് കൊണ്ട് തേങ്ങയും വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അരമുറി തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ കാൽഭാഗം. ഇതൊരു 2.5 പിടി അല്ലെങ്കിൽ 3 പിടി തേങ്ങ ഉണ്ടാവും. പിന്നെ ഉണക്കമുളകും വേണം. ഈ ഉണക്കമുളകും തേങ്ങയും കൂടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് സാധാരണ തേങ്ങ അരച്ച് വെക്കുന്ന കറികളിലേക്ക് ഒന്നിലും മല്ലിപ്പൊടി ചേർക്കില്ല. പിന്നെ ഇതിലേക്ക് മുളകിന്റെ പൊടി വേറെ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയുടെ കൂടെ മുളക് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയുടെ അളവ് ഞാനത് കറിയാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക്. പിന്നെ ഞാനിവിടെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഈ വാളംപുളി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിലേക്ക് ഈ കറിയിലേക്ക് നമ്മൾ തക്കാളി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മീൻകറിക്ക് ശരിക്കും നല്ല പുളി ഉണ്ടാവില്ല. മീൻകറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവണം. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വാളപ്പുളി നിങ്ങളുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ 2 ഉണക്കമുളകും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയിലേക്ക് ഉണക്കമുളക് ചേർക്കാം. തേങ്ങ ചേർക്കാം. ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമൊക്കെയാണ്. ചിലപ്പോൾ ടാപ്പിൽ വരുന്ന വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമായിരിക്കും. അങ്ങനെ തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക. അപ്പോഴായിരിക്കും ആ തേങ്ങ നന്നായിട്ട് അരച്ച് കിട്ടുക. നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞ് കിട്ടിയില്ല. വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പോലെ തോന്നും. പിന്നെ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളവും ചേർക്കരുത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പം തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയാക്കാം. ഈ മീൻ കറിയാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇത് മൺചട്ടി ഉണ്ടെങ്കിൽ മീൻ കറിയൊക്കെ എപ്പോഴും മൺചട്ടിയിൽ വെക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കണില്ല. ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നമ്മുടെ കറിക്ക് എന്തായാലും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ചുവന്നുള്ളിയോടെയും ചേർക്കാം. പക്ഷെ ചുവന്നുള്ളിയും കൂടിയും ചേർത്ത് നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മീൻകറി പെട്ടെന്ന് നാശമാവും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കേണ്ടാണ് തേങ്ങ അരച്ചെടുത്തത്. ഈ കറി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. മൂടി വയ്ക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇപ്പം അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് കറി വേവിക്കാം. കറി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർക്കാം. ഇപ്പോൾ കറി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഈ കറി നമുക്ക് പതുക്കെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഇത് മീൻ കറി ആയതുകൊണ്ട് സ്പൂണിട്ടിട്ട് ഇളക്കണ്ട. ഇതിങ്ങനെ ചിറ്റിക്കുന്ന സമയത്തും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നമ്മുടെ കൈമേക്ക് നന്നായിട്ട് അതിൻ്റെ ചൂടെടുക്കും. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി.
വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട. ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. ഈ കറി ഒന്നുകൂടി ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ചിറ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കറിയുടെ ടേസ്റ്റ് നോക്കാം. കറിയുടെ ആവശ്യത്തിനുള്ള പുളിയുണ്ട്. ഇനി ഞാനിവിടെ രണ്ടാമത് വാളംപുളി ചേർക്കണില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് പതുക്കൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ സവോളയും കറിവേപ്പിലയും ചേർത്താൽ മതി. സവോളയും അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ഉണക്കമുളക് പതുക്കൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇവിടെ സവോളയും ചേർക്കുന്നത്, കറിവേപ്പിലയും ചേർക്കാം. ഈ സവോള പതുക്കൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതെന്ത് നമ്മൾ താളിച്ച് ചേർക്കുമ്പോഴും ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മൊരിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. സവോളയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ തക്കാളി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ കുടംപുളി ഇട്ടിട്ടാണ് മീൻകറി വെക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ളവർക്കൊക്കെയും ചില സ്ഥലങ്ങളിലേക്കും കുടംപുളി കിട്ടാനും ഭയങ്കര പാടായിരിക്കും. ഈ വാളംപുളിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു എല്ലാ സ്ഥലങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി കറിയിലേക്ക് നിങ്ങൾ ആ വാളംപുളിയുടെ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക.